ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബ്ലൂസ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു യാത്രക്കഥയാണ് ഈ പറയുന്നത്. ഞങ്ങൾ മൂകാംബികയെ ദേവീനെ തൊഴാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ യാത്ര വീട്ടിൽ നിന്ന് തുടങ്ങി കുറച്ച് നേരമായി. എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഒരു ഉച്ച സമയമൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ കണ്ണൂർ ആ ഭാഗങ്ങൾ എത്താനായപ്പം ഒരു ആനന്ദ് ഭവൻ വെജ് ഹോട്ടൽ കണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വെജ് മെയിൽ കഴിച്ചു. നോക്കി പാത്രത്തിൽ കുറേ തരം കറികളും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര പുറപ്പെടുകയാണ്. എന്താ പറയുക, അപ്പോൾ വയറ് നിറഞ്ഞ കാരണം കൊണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട്. 2 തരം പായസം ഉണ്ടായിരുന്നു. ഒരു അടപ്പായസം പിന്നെ ഒരു പരിപ്പ് പായസം. ഇങ്ങനെ 2 തരം പായസമൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി സദ്യയും കഴിച്ച് ഒന്ന് കിടന്ന് ഉറങ്ങി. ഇന്നതിന് ശേഷം ഞങ്ങൾ യാത്ര തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. നല്ല രസമായിരുന്നു. ചെറുങ്ങനൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. നന്നായിട്ട് ബുദ്ധിമുട്ടിക്കാൻ മഴ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല, കാരണം നല്ല ചെറുങ്ങനൊരു യാത്ര. അതിൽ ചെറുങ്ങനൊരു മഴയായിട്ട് നല്ല രസമുണ്ടായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ വൈകുന്നേരം ഒരു ഈവനിങ്ങിൽ ഒരു 6 o'clock ഒക്കെ ആയിട്ടുണ്ടാവും. ആ സമയത്ത് ഞങ്ങളൊരു ദോശ കഴിച്ചു, ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. ഈ ട്രാവലിങ്ങിൻ്റെ നമുക്ക് എപ്പോഴും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാവും. ഉറക്കം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് സുനിയേട്ടനാണ് വണ്ടി ഓടിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ ലിമിറ്റായിട്ട് ഭക്ഷണം കഴിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ യാത്ര പോയത്. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് പോകുമ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് എല്ലാ കാഴ്ചകളും കണ്ടിങ്ങനെ പോവാം. നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മെല്ലെ വണ്ടി ഓടിച്ച് അതിന് മൂകാംബിക ക്ഷേത്രത്തിൽ എത്തി. ഇതാ കണ്ടില്ലേ, അതിൻ്റെ ബോർഡ് കണ്ടില്ലേ, മൂകാംബിക ടെമ്പിൾ എന്ന് എഴുതിയിരിക്കുന്ന ശ്രീ മൂകാംബിക ടെമ്പിൾ. അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. 8 മണിക്ക് ശേഷം അവിടെ മെയിൻ ഗേറ്റ് അടച്ചിടും, ബന്ധാക്കിയിട്ടും. അതിനുശേഷം നമ്മൾ വണ്ടി അവിടെ ഉള്ളിലുള്ള ഹോട്ടലിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടേക്ക് പോകണമെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി വന്ന് തുറന്നു തരണം. അപ്പോൾ മൂപ്പരോട് പറഞ്ഞ് ഇന്ന സ്ഥലത്താണ്. മൂപ്പര് വന്ന് വാതിലൊക്കെ ഗേറ്റ് തുറന്ന് തന്ന്. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. 8 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നല്ല രാത്രിയായപ്പോൾ അപ്പോൾ അമ്പലമൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് വണ്ടി കയറ്റുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നന്നായിട്ടൊരു എന്താ പറയുക, ഫ്രഷ് ആവണം. നല്ല ടയേർഡുണ്ട്, ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു ഫീലായിരുന്നു. അങ്ങനെ വണ്ടിയൊക്കെ നിർത്തി ലഗേജറ്റൊക്കെ അവർ വന്ന് ഞങ്ങൾ റൂമിലെത്തി. ഞങ്ങൾ വേഗം ഓരോരുത്തരായിട്ട് കുളിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ്. വന്ന് ലഗേജൊക്കെ വെച്ച് അങ്ങനെ പിറ്റേ ദിവസം സൗപർണികയിൽ കുളിക്കാൻ പോകണം. അതൊരു രസമുണ്ട്. സൗപർണികയിൽ ആദ്യം അവിടെ കുളിക്കാൻ പറ്റില്ല, സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞ് തലേ ദിവസം ഞങ്ങൾ ചോദിച്ചപ്പം പിറ്റേ ദിവസം ആയിക്കോട്ടെ. അപ്പോൾ ഞങ്ങൾ കുളിച്ച് റെഡി ആയിട്ട് വന്നപ്പോൾ പോയിട്ട് കയ്യും കാലും കഴുകാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ ഇപ്പോൾ കുളിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ ഞാൻ അവിടുത്തെ ആൾ പറഞ്ഞ് ഇപ്പോൾ ഇന്ന് അവിടെ കുളിക്കാനൊക്കെ പറ്റുന്നുണ്ടെന്ന്. അപ്പോൾ വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് വന്നിട്ട് ഞങ്ങൾ കുളിക്കാന്നുള്ള സന്തോഷം കൊണ്ട് ഓൾറെഡി കുളിച്ച് മേക്കപ്പൊക്കെ ചെയ്ത് ജസ്റ്റ് കൈയും കാലും മാത്രം കഴുകിയാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവിടുന്ന് ഡ്രസ്സ് ഇതായിട്ട് വന്നത്. പക്ഷേ ഇവിടെ പകുതി ഇതിപ്പോൾ ഇങ്ങനെ കുളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഹോട്ടലിലത്തെ അവിടെ ആൾ പറഞ്ഞ് ഇങ്ങനെ കുളിക്കാൻ പറ്റുന്നു. അപ്പോൾ വേഗം റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വന്നു. അപ്പോൾ ഞങ്ങൾ കുളിക്കാൻ വേണ്ടി പോവുകയാണ്. എന്ത് രസമാണ് കാണാൻ, ഭയങ്കര കുരങ്ങന്മാരും ഇതൊക്കെ ആയിട്ട്. നല്ല വെള്ളം അത്യാവശ്യത്തിനുണ്ട്. അടി നല്ല ഒഴുക്കുണ്ട് കേട്ടോ. അങ്ങനെ കാണുന്ന ശാന്തതയല്ല, അടി കൂടെ ഒഴുക്കുണ്ട്. നല്ല മീനുകളും കാര്യങ്ങളൊക്കെ ആയിട്ടും. വെള്ളം മുട്ടിൻ്റെ അത്ര തന്നെ ഉള്ളൂ. പക്ഷേ അടിയിൽ എനിക്ക് തോന്നുന്നു ഈ നന്നായിട്ട് ഒഴുക്കുള്ള പോലെയൊക്കെ നന്നായി ഫീൽ ചെയ്ത് ഞാൻ കുളിക്കുമ്പോൾ. അവിടെ ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട്. കുരങ്ങന്മാർ ഡ്രസ്സ് ഏതാ വേണ്ടതെന്നുള്ള സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അത് ഞങ്ങൾ ഓരോരുത്തരായിട്ട് കുളിച്ചിട്ട് അങ്ങനെ കയറിയത്. അപ്പോൾ ഈ നമ്മളുടെ കയ്യിലുള്ള ബാഗ് പിടിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഇതിന് ആച്ചുട്ടനും സുനിയണ്ണനും പോയിട്ട് കുളിച്ച്.
കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പാച്ച് ആദ്യമായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കയറി ഇറങ്ങിയിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും ഇങ്ങനത്തെ ഇതൊക്കെ ആയിട്ട് മൂപ്പര് ആദ്യമായിട്ട് കാണുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നന്നായിട്ടുള്ള ഒരിതുണ്ട്. എന്താ പറയുക, മൂപ്പർക്ക് വെള്ളത്തിൽ നിന്ന് കയറാൻ പറ്റുന്നില്ല. കുറച്ചും കൂടി എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ അധികം നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി. അത് കഴിഞ്ഞു ഇപ്പം എൻ്റെ ഒപ്പം വന്നിട്ട് കുളിക്കാന്നുള്ള ഇതിലായിരുന്നു. ഞാൻ കുളിക്കാൻ വേണ്ടി പോകും. അപ്പോൾ ഞാൻ ഡ്രസ്സാണ് ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഡ്രസ്സൊക്കെ ചെയ്ത് വന്നല്ലേ, അപ്പോൾ വേഗം പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്നിട്ട് വന്ന് കുളിക്കുകയാണ്, വീണ്ടും കുളിക്കുകയാണ്. സോപ്പിടുന്നെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഫീല്, ആ കുളിയുടെ എന്താ പറയുക, ഒരു പ്രത്യേക അനുഭവം. വാക്കുകളില്ല. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും അമ്പലത്തിൽ മൂകാംബിക ദേവിയെ സന്ദർശിക്കണം, സൗപർണികയെ കുളിക്കണം. എന്തൊക്കെയാണ് ഇനിയും പറയാനുള്ളത്. ഭയങ്കര അടിപൊളി ഫീലായിരുന്നു. കാരണം ചെറുങ്ങനെ ഒഴുക്കുണ്ട്, അതുകൊണ്ട് ശരിക്കും ഇങ്ങനെ പ്രോപ്പറായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാലിങ്ങനെ വഴുതി പോണ പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീഴാൻ പോവുമായിരുന്നു. നല്ല തെള്ളി കണ്ണിനീര് പോലത്തെ വെള്ളയാണ്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അടി കൂടെ നല്ലതായിട്ട് ഒഴുക്കുണ്ട്. ഞാനിക്കും പേടിയായിട്ട് ഞാൻ അവിടെ നിന്നിട്ടാണ് മുങ്ങിയത്. ഞാൻ ഓൾറെഡി എന്നെ വീഴാൻ പോവുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ മുങ്ങി കുളിച്ച് വന്ന് ഭയങ്കര അടിപൊളി ഫീലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെയുള്ള ഗണപതിനെ തൊഴാൻ പോയി. ഡ്രസ്സ് മാറ്റാനുള്ള സ്ഥലമൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറ്റി, തല ഒരു വിധത്തിൽ ഇങ്ങനെ കോതി, വെള്ളമൊക്കെ നല്ലപോലെ പോയിട്ട് തന്നെ ഇല്ല. എന്നിട്ട് അവിടെ നിന്ന് ഗണപതിനെയും തൊഴുത് അവിടെ നിന്ന് ഞങ്ങൾ വേറെ അമ്പലത്തിലേക്കൊക്കെ പോയി, ഒരു ദുർഗാക്ഷേത്രത്തിലും അവിടെയൊക്കെ പോയി തൊഴുത് ഭയങ്കരമായിട്ട് തൃപ്തിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നൊക്കെ തൊഴുത് അവിടെയൊക്കെ ഉണ്ട് നമ്മൾ പൂജ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അപ്പം ഇനിയുള്ളത് നിങ്ങൾ കണ്ടു നോക്കൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ശിവക്ഷേത്രത്തിൽ പോയി, നാഗങ്ങളുടെ അവിടെ പോയി. ഇത് കാണുന്നത് ഒരു ശിവക്ഷേത്രമാണ്. ശിവക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കുളമൊക്കെ ആയിട്ട് കാണാൻ നല്ല പ്രത്യേക ഭംഗിയും കാര്യങ്ങളൊക്കെയാണ്. എന്ത് തെളിനീര് പോലത്തെ വെള്ളം, ആ വെള്ളം എടുത്തിട്ടാണ് അവർ ശിവലിംഗത്തിൽ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ വെള്ളം എടുത്തിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ നിന്ന് തൊഴുത് എന്നതിന് ശേഷം ഞങ്ങളൊന്ന് റൂമിൽ പോയി റെസ്റ്റ് ചെയ്തതിന് ശേഷം ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്ന് പോയി ഫുഡ് കഴിച്ച്, ലഞ്ച് കഴിച്ച്, ചോറും ഒരു കറിയും പിന്നെ ഒരു സമ്മന്തി പോലത്തെ, പിന്നെ ഒരു അച്ചാറ്, പിന്നെ ഒരു പായസം. ഇതിരുന്ന് ഫുഡ് ഇട്ട ഉച്ചക്കത്തെ ലഞ്ച് അവിടെ കാണാം. ആ ഉച്ചയാകുമ്പോൾ തന്നെ എന്തൊരു തണുപ്പ്, നന്നായി കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, മഞ്ഞിറങ്ങിയിട്ട് നല്ല തണുപ്പായിരുന്നു. കുട്ടികളെ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്, എന്നെ കാണാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ വൈകുന്നേരം വന്ന് ഞങ്ങൾ ദേവീനെ തൊഴാൻ വേണ്ടി വന്നപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പല്ലക്കിൽ ദേവീനെ രഥത്തിൽ കൊണ്ടുപോകണം. അങ്ങനെ 3 പ്രാവശ്യം അവിടെ ഇങ്ങനെ പല്ലക്കിൽ ഓരോ പല്ലക്ക് രഥങ്ങളിൽ മാറ്റിയിട്ടാണ് ദേവീനെ കൊണ്ടുപോകുന്നത്. കാണാൻ നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. ചാറ്റൽ മഴ എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് ഒരു ഇതായിട്ടുള്ള മഴ ഉണ്ടായിരുന്നു. പിന്നെ നല്ല അത്യാവശ്യത്തിനുള്ളൊരു മഴ ഉണ്ടായിരുന്നു. പിന്നെ സ്വർണ്ണരഥത്തിൽ അതൊക്കെ ഓരോ പ്രാവശ്യം ഓരോ രഥങ്ങളിലായിട്ടാണ് ദേവീനെ നമ്മൾ ചുറ്റും കൊണ്ടുപോകുന്നത്. കാണാൻ തന്നെ പ്രത്യേക ഒരു അനുഭൂതിയാണ്, പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. പോയവർക്കറിയാം, വീണ്ടും വീണ്ടും പോകാൻ തോന്നും. അവിടേക്ക് അത്രയ്ക്ക് നല്ലൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു വൈബ്രേഷനാണ് അവിടെ പോകുമ്പോൾ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ വെയിറ്റിംഗ് ചെയ്തപ്പോൾ മഴ അങ്ങനെ ചാറ്റലും മഴയൊക്കെ മാറി. അപ്പോൾ എല്ലാവരും വെയിറ്റിങ്ങിനാണ്. ഇത് ഈ ദേവിയുടെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം, പ്രദക്ഷിണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ കഷായം കൊടുക്കും. ആ കഷായത്തിന് വൈകുന്നേരം ആകുമ്പോഴത്തേനുമാണ് ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രഥത്തിൽ ഇവിടെ വെച്ച് ഓരോ രഥത്തിൽ മാറ്റിയിട്ട് അവർ ആരതിയും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞതിന് ശേഷം ആണ് നമുക്ക് കഷായം കൊടുക്കിട്ട് ദേവിക്ക് അവിടെ നേരിച്ചതിന് ശേഷമുള്ള കഷായം നമുക്കെല്ലാവർക്കും തരും. നമുക്കതിങ്ങനെ കൊണ്ട് നടക്കില്ല, ക്യൂ നിൽക്കണം. എന്തൊരു തിരക്കാവും വെച്ചിട്ടാണ് അത്. തിരക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി തിരക്കാവും. ഒരു തുള്ളീശേ കിട്ടുള്ളൂ. പ്രത്യേക എന്താ പറയുക, രുചി കാര്യങ്ങളാണ് ആ കഷായത്തിന്. അപ്പോൾ ഞങ്ങളൊക്കെ കഷായം വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ ദേവീനെ നല്ല അടിപൊളിയായി തൊഴുത്, മനസ്സും കണ്ണും ഒക്കെ നിറച്ച് കണ്ട് തൊഴുത് ഞങ്ങൾ
പിന്നെ രാത്രി വീണ്ടും ഇവിടേക്ക് നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ്. അപ്പോൾ ഇത് സ്വർണ്ണ രഥത്തിലേറിയിട്ടാണ് ദേവി എന്നെ കൊണ്ടുപോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു പല്ലക്കിൽ ഈ പല്ലക്കിൽ കൊണ്ടുപോകും. അങ്ങനെ 3-4 പല്ലക്കിൽ ഇങ്ങനെ മാറ്റിയിട്ട് രഥങ്ങളിൽ ആദ്യം കയ്യിലേറ്റിയിട്ട് പിന്നെ ഈ സ്വർണ്ണ രഥത്തിൽ, അതിന് മുന്നേ വരെ വെള്ളി രഥത്തിൽ, അങ്ങനെ ഓരോ രഥങ്ങളിൽ ഏറിയിട്ടാണ് ദേവീനെ അവർ പ്രദക്ഷിണം ചെയ്യുന്നത് കേട്ടോ. കാണാൻ പറ്റിയത് പ്രത്യേക ഒരു കണ്ണിനും അനുഭൂതിയാണ് കാണാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ? പിന്നെ ഇത് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ആ ഒരു സരസ്വതി മണ്ഡപത്തിൽ കൊണ്ടുപോയിട്ട് ഇരുത്തിയതിന് ശേഷമാണ് ദേവിക്ക് വീണ്ടും അവിടെ നിന്ന് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആണ് അവർ സമാപിക്കുന്നത് കേട്ടോ. കണ്ടോ, ഇത് ദേവീനെ തൊഴാനുള്ള ഇതാണ്. ഇപ്പുറത്ത് കണ്ടില്ലേ, ഈ കാണുന്ന ബാക്കിലായിട്ട് കാണുന്ന ക്യൂ നമ്മുടെ കഷായത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. ഉള്ളിൽ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ആ കഷായം കൊടുത്തു തുടങ്ങുക. അതിനതെല്ലാം കഴിച്ച് രാവിലെ ദേവീനെയും കണ്ട് വീട്ടിലേക്കുള്ള പുറപ്പാടാണിത് കേട്ടോ. പുറപ്പെടുകയാണ് ഞങ്ങൾ. അപ്പോൾ നല്ല അടിപൊളി ഒരു എന്താ പറയുക യാത്രയായിരുന്നു മൂകാംബികയിലേക്കുള്ളത്. ഞങ്ങൾ നന്നായിട്ട് എൻജോയ്, ഞാനും സുനേട്ടനും അച്ചു മാത്രമേ പോയിട്ടുണ്ടായിരുന്നു. കണ്ണാവ് വന്നിട്ടുണ്ടായിരുന്നില്ല, അവന് ക്ലാസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കുറേ ദിവസമായി ഞാൻ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കിയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ലവ് യു.